A people without the knowledge of their past history, origin and culture is like a tree without roots. തൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഉത്ഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ചോ അറിയാതെ ഒരു മനുഷ്യൻ ഒരു വേരില്ലാത്ത മരത്തിനെ പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അതിൻ്റെ സംസ്കാരം എന്താണ് എന്നിങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വാട്ട് ഈസ് അക്കൗണ്ടിങ്. വെൽക്കം ബാക്ക് ടു ഓൾ the new class of first year class of Commerce for HSS YouTube channel. Accounting is as old as human civilization. മനുഷ്യ സംസ്കാരത്തിൻ്റെ അത്രത്തോളം പഴക്കം അക്കൗണ്ടിങ്ങിനും ഉണ്ട് എന്നാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യ ആവിർഭാവം മുതൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബാർട്ടർ സംവിധാനമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കാലം മുതൽ തന്നെ അക്കൗണ്ടിങ്ങും നിലവിലുണ്ടായിരുന്നു. അത് പക്ഷേ ഇന്നത്തെ രീതിയിലായിരുന്നില്ല എന്ന് മാത്രമാണ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ബാബിലോണിയ സിറ്റി ഓഫ് കോമേഴ്സ് ഏകദേശം 4000 BCക്ക് മുമ്പ് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകൾ നടന്നിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ബാബിലോണിയയിൽ വാണിജ്യത്തിൻ നഗരം എന്നറിയപ്പെടുന്ന ബാബിലോണിയയിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ചില പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ക്ലേ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻ ബാബിലോണിയ ദ പീപ്പിൾ യൂസ് ക്ലേ ടാബ്ലറ്റ്സ് to record payment of wages and taxes. അടുത്തത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈജിപ്തിലും ഇതുപോലെ തന്നെ 4000 BC ഒരു കാലഘട്ടത്തിൽ they used some form of accounting for their treasuries where gold and other valuables are kept. ഈജിപ്തിൽ ഇതേ കാലയളവിൽ തന്നെ അവിടെയും ഉപയോഗിച്ചിരുന്നത് ക്ലേ ടാബ്ലറ്റ്സ് ആയിരുന്നു. ഈജിപ്തുകാർ അവരുടെ ട്രഷറികളിൽ സൂക്ഷിച്ചിരുന്ന ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ വിലമതിക്കാനാവാത്ത വസ്തുക്കളുടെയും രേഖകൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകൾക്ക് വേണ്ടി അക്കൗണ്ടിങ് ഉപയോഗിച്ചിരുന്നു. അവിടെയും ഉപയോഗിച്ചിരുന്നതെന്നാണ് ക്ലേ ടാബ്ലറ്റ്സ് ആയിരുന്നു. ഇവിടെ ട്രഷറികളിൽ സൂക്ഷിക്കുന്ന ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ രത്നങ്ങളുടെയും മറ്റു മൂലമുള്ള വസ്തുക്കളുടെയും കൃത്യമായ കണക്കുകൾ ഓരോ 3 മാസം കൂടുമ്പോൾ രാജാവിനെ അറിയിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അല്ലെ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് രേഖകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഗ്രീസിലേക്ക് പോവുകയാണെങ്കിൽ അക്കൗണ്ടിങ് വാസ് യൂസ്ഡ് ഫോർ അപ്രോപ്രിയേഷനേറ്റിംഗ് ദ റവന്യൂ റിസീവ്ഡ് എമംഗ് ട്രഷറീസ്. പ്രധാനമായിട്ടും അവിടെ ലഭിച്ചിരുന്ന റവന്യൂസ് വരുമാനം ഗ്രീസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ അല്ലെ അവരുടെ ഗവൺമെൻറ് അവർക്ക് ലഭിച്ചിരുന്ന റവന്യൂസ് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുന്നതിന് ആവശ്യമായ രേഖകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ട്രഷറികളിൽ അതിൻ്റെ റെക്കോർഡുകൾ അതിൻ്റെ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. They maintain total receipts and total payments and balance of government financial transactions. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകളിൽ ഉണ്ടാകുന്ന എല്ലാ റെസീറ്റുകളും അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റ്സുകളും ഗവൺമെൻറ് ബാലൻസ് ഓരോ വർഷവും ഉണ്ടാകുന്ന വർഷാന്ത്യത്തിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു കാലയളവ് നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന നീക്കിയിരിപ്പുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ക്ലേ ടാബ്ലറ്റ്സ് പോലുള്ള സംവിധാനത്തിലൂടെ രേഖപ്പെടുത്തലുകൾ നടന്നിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ലൂക്ക പാസിയോളി. ഫ്രാൻഷ്യൻ മെർച്ചൻ്റ് ക്ലാസ്സിൽപ്പെട്ട ഒരു ആളായിരുന്നു. ഇദ്ദേഹം 1994 പബ്ലിഷ്ഡ് എ ബുക്ക് സുമാ ഡി അരിത്മെറ്റിക്ക ജോമെട്രി പ്രൊപ്പോർഷനേറ്റ്ലി എന്ന ഒരു ബുക്കിൽ അദ്ദേഹം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന
ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വ്യക്തമായി നിർവചിച്ചതായി നമുക്ക് രേഖകൾ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ഇംഗ്ലീഷിലുള്ള പതിപ്പാണ് റിവ്യൂ ഓഫ് അരിത്മെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻസ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ലോകത്തിന് നമ്മൾ പിന്തുടരുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യമായി രേഖപ്പെടുത്തിയ ബുക്കാണ് റിവ്യൂ ഓഫ് അരിത്മെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ലൂക്ക പാസിയോളിയുടെ ബുക്ക്. സോ ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്. അദ്ദേഹമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മൾ ഇന്ന് പിന്തുടരുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡെബിറ്റ് റൂൾസും ക്രെഡിറ്റ് റൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് ഈ ഡബിൾ എൻട്രിയുമായി ബന്ധപ്പെട്ട കാര്യം ലോകത്ത് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇൻ ഇന്ത്യ കൗഡില്യ, എ മിനിസ്റ്റർ ഇൻ ചന്ദ്രഗുപ്താസ് കിങ്ഡം, wrote a book named Arthashastra, which also described how accounting records have to be maintained. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് വരികയാണെങ്കിൽ കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ, ചന്ദ്രഗുപ്ത രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ചാണക്യൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അർത്ഥശാസ്ത്രം എന്ന പേരുള്ള ബുക്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് അല്ലെ അക്കൗണ്ടിങ് ബുക്കുകളിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി നിർവചിച്ചതായി രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു പുസ്തകം എന്ന് പറയുന്നത് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രമാണ് കണക്കാക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഇതിനകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് എന്താണ്, അക്കൗണ്ടിങ്ങിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മളൊരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. In accounting, it is termed as economic event. Economic event means a happening of consequence to a business organization which consists of transactions and which are measurable in monetary terms. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവന്റ്, എക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇടപാടാണ്. പക്ഷെ അതെന്താണ്, വിച്ച് ക്യാൻ ബി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൽ അളക്കാൻ പറ്റുന്ന ഇവന്റ്സ് മാത്രമേ, ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് എ മെഷീനറി. അപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കുകയാണെങ്കിൽ ആ മെഷീനറിയുടെ തുക എത്രയാണ് നമുക്ക് ചിലവായ തുക, ആ തുകയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുന്ന എല്ലാ ഇവൻറ്റ്സുകളും എന്താണ്, ഇക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കണം, വിച്ച് ക്യാൻ ബി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ എക്കണോമിക് ഇവൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ഇവൻറ്റ്. എക്സ്റ്റേണൽ ഇവൻറ്റ് മീൻസ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് പുറത്തുള്ള ഒരാളുകളുമായുള്ള ട്രാൻസാക്ഷനെ നമ്മൾ, അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു, എക്സ്റ്റേണൽ ഇവൻറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ സാധനം കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലൈസ്. ഒരു ഓർഗനൈസേഷനും അതിന് പുറത്തുമുള്ള വ്യക്തികൾ തമ്മിലുമുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടുകളെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇന്റേണൽ ഇവന്റ്. ട്രാൻസാക്ഷൻ ഒക്കേഴ്സ് എൻറ്റയർലി ബിറ്റ്വീൻ ഇന്റേണൽ വിങ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒഫീഷ്യലായി നടക്കുന്ന ഇടപാടുകളെ നമ്മൾ ഇന്റേണൽ ഈവൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ബൈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആവും, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവും. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിച്ച സാധനങ്ങളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ സമയങ്ങളിൽ സപ്ലൈ ചെയ്തു. So there is a transaction between purchase department or store department and production department. ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവൻറ്റുകളെ നമ്മൾ ഇന്റേണൽ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ മീൻസ്
ഒബ്സർവിങ് ആൻഡ് സെലക്ടിങ് ദോസ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനായി ബന്ധപ്പെട്ടതും സാമ്പത്തിക സ്വഭാവമുള്ളതുമായ ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്, ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം, ഇവൻറ്റ്സ് ആയിരിക്കണം. മറ്റ് ഒന്ന് എന്താണ്, അത് ബിസിനസ്സുമായി ബന്ധമുള്ളതും ആയിരിക്കണം. ഇപ്പം നമ്മളിപ്പം ബിസിനസ്മാൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ല അയാളുടെ മകൻ്റെ ഫീസ് അടയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്തല്ല, ബിസിനസ്സിനെ ബാധിക്കുന്ന ട്രാൻസാക്ഷൻ അല്ല. അപ്പോൾ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതുപോലെ അയാൾ ഇപ്പം ബിസിനസ് സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വന്നിട്ട് അത് അടിച്ച് വൃത്തിയാക്കുന്ന, ക്ലീൻ ചെയ്യുന്ന, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ്. കാരണം അത് നമുക്ക് എന്താ പറ്റില്ല, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ല അത്. അവിടെ നമ്മൾ എന്തില്ല, സാമ്പത്തിക ഇടപാട് നടക്കുന്നില്ല, അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും അവർക്ക് കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും എന്തില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അക്കൗണ്ടിങ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പ് സാമ്പത്തിക സ്വഭാവമുള്ളതും ബിസിനസ്സിനുമായി ബന്ധപ്പെട്ടതുമായ ട്രാൻസാക്ഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ്. രണ്ടാമത് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് മീൻസ് എന്താണ്, ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് യൂസിങ് മോണിറ്ററി യൂണിറ്റ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ടേംസ്, സാമ്പത്തിക മൂല്യത്തിൽ അതിനെന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം. മോണിറ്ററി യൂണിറ്റ്, പണത്തിൽ അത് വാല്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതിനെ പണത്തിലേക്ക് മാറ്റുക, പണത്തിൻ്റെ വിലയിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ഓഫ്, നോക്കുക എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് 20 kg of raw materials at rupees 25,000. ഇപ്പോൾ നമ്മളെന്താണ്, 20 കിലോഗ്രാം റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ വിലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വില എത്രയാണ്, 25,000 രൂപയാണ്. 20 കിലോ ആണ് ക്വാണ്ടിറ്റി അല്ലേ. പക്ഷേ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 20 കിലോഗ്രാം. നമ്മൾ 20 കിലോഗ്രാം റോ മെറ്റീരിയൽ വാങ്ങിച്ചു എന്നല്ല ഇവിടെ റെക്കോർഡ് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നതാണ്, ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, അതിൻ്റെ മോണിറ്ററി വാല്യൂ. അതിൻ്റെ മോണിറ്ററി വാല്യൂ എത്രയാണ്, ഇവിടെ 25,000 രൂപയാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് 25,000 രൂപയുടെ റോ മെറ്റീരിയൽ വാങ്ങിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, മണിയിൽ മെഷർ ചെയ്യണം, പണത്തിൽ അളക്കണം. പണത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞത് മെഷർമെൻറ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് യൂസിങ് മോണിറ്ററി യൂണിറ്റ്സ്. അപ്പോൾ പണത്തിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻ, അല്ലെ ബിസിനസ് അല്ലെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം, മണി വാല്യൂവിൽ, പണത്തിൻ്റെ വിലയിൽ അളന്നിരിക്കണം. അപ്പോൾ അളക്കുക എന്നുള്ള, പണത്തിൻ്റെ മൂല്യത്തിൽ പണത്തിൻ്റെ വിലയിൽ അളക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം തേർഡ് വൺ, റെക്കോർഡിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പണത്തിൻ്റെ മൂല്യത്തിൽ അത് വാല്യൂ ചെയ്തു അല്ലെങ്കിൽ മെഷർ ചെയ്തു. ഇനി മൂന്നാമത് അത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം അല്ലേ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഈ എല്ലാ സംഭവങ്ങളും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം എന്താ ചെയ്യാം, നമ്മളത് റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം അല്ലേ. റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം അല്ലെ. നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ ലൈഫിലാണെങ്കിൽ നമ്മൾ ഡയറി എഴുതും അല്ലെ, ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെക്കും. അതുപോലെ ഇവിടെ നമ്മൾ എന്താണ്, ബിസിനസ്സിൽ നടക്കുന്ന ഇക്കണോമിക് ഇവൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് മെഷർ ചെയ്തു. ഇനി അത് എന്ത് ചെയ്യണം, റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ മോണിറ്ററി ടേംസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഒരു പ്രത്യേക ഓർഡറാണ് എന്താ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ. ക്രോണോളജിക്കൽ ഓർഡർ മീൻസ് ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് ഹാപ്പണിങ്, ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് ഒക്കറൻസ്. സംഭവിക്കുന്നതിൻ്റെ ഓർഡർ, ആദ്യം സംഭവിച്ച കാര്യം ആദ്യം റെക്കോർഡ് ചെയ്യാം, രണ്ടാമത് സംഭവിച്ച കാര്യം രണ്ടാമത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ അത് ഫിനാൻഷ്യൽ ടേംസിൽ മെഷർ ചെയ്യുന്നു. മൂന്നാമത് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്കിനകത്ത് അക്കൗണ്ട് ബുക്കിനകത്ത് കൃത്യമായിട്ട് ഏതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, മോണിറ്ററി ടേംസ്, പണത്തിൻ്റെ മൂല്യത്തിൽ
കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി പ്രൊവൈഡ് ഇൻഫർമേഷൻ ആസ് ആൻഡ് വെൻ റിക്വയർഡ് ഇൻ എ സമ്മറൈസ്ഡ് ഫോം. നമുക്കത് പിന്നീട് എപ്പോഴും എന്ത് ചെയ്യാം? എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് എപ്പോഴും ഇൻഫർമേഷൻ ആവശ്യമായ ഇൻഫർമേഷൻ അതിനകത്ത് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർത്ത് വെക്കാൻ പറ്റില്ല, കൃത്യമായ കണക്കുണ്ടാവില്ല അല്ലേ? റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അതിന് നമുക്ക് കൃത്യമായ ഒരു കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം? മോണിറ്ററി ടേംസിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമായ ആളുകൾക്ക് ആവശ്യമായ സമയത്ത് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് കമ്മ്യൂണിക്കേഷൻ. റെലവൻറ്റ് ഇൻഫർമേഷൻ ആർ generated from the recorded economic events in specified form to help the management and other users to take decisions. ഈ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന പല ആളുകളുണ്ടാവും. ഒന്ന് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? പല സമയത്ത് പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുന്നതായിരിക്കാം. ബാങ്കിൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ദേ വാണ്ട് ടു നോ വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ നമുക്കതിന് ബാങ്കിന് എന്ത് ചെയ്യണം? അതിന് ആവശ്യമായ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഓരോന്നിനും ആവശ്യമായ രീതിയിൽ എന്താണ് സ്പെസിഫൈഡ് ഫോം, പ്രത്യേക ഫോമിനാണ് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഒരു ഫോമാറ്റ് ഉണ്ടാവും. അല്ല നമുക്ക് തോന്നിയ പോലെ കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ആവശ്യമായ രീതിയിൽ ആവശ്യമായ ഫോമാറ്റിൽ എന്താണ് ഇക്കണോമിക് ഇവൻസിൻ്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് മീൻസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ഫോം ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അപ്പോൾ നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവശ്യമായ ഇൻഫർമേഷൻസ് ആവശ്യമായ ആളുകൾക്ക് ആവശ്യമായ സമയത്ത് അതിൻ്റെ പ്രത്യേക ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ഫോമിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഒരാവശ്യം എന്താണ്? പല ആളുകൾക്കും പല സമയത്തും പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ബിസിനസ്സായി ബന്ധപ്പെടുന്ന പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഇപ്പോൾ മാനേജേഴ്സിന് ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ കഴിഞ്ഞ കാലങ്ങളിലുള്ള റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തീരുമാനം എടുക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അല്ലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നമ്മൾ ലോൺ വാങ്ങിക്കുമ്പോൾ അവർ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ, 2 മെഷർമെൻറ്റ്, 3 റെക്കോർഡിംഗ്, 4 കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് അക്കൗണ്ടുകളാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ? ഓർഗനൈസേഷൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകളാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വരുന്നത് ഓർഗനൈസേഷൻ ഹിയർ മീൻസ് ബിസിനസ് എൻ്റർപ്രൈസ്, ബിസിനസ് സ്ഥാപനമാണ്. വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. 2 രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും. പ്രോഫിറ്റ് മോട്ടീവും നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവും. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്ന അല്ലേ? ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുക. പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. നോട്ട് പ്രോഫിറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളാണ്. അവർക്ക് എന്താണ്? അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല. നമ്മളെ സംബന്ധിച്ചോളം ബിസിനസ്സിനെ സംബന്ധിച്ചോളം മെയിൻ ഒബ്ജക്റ്റീവ് അല്ല മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എക്സാമ്പിൾ ആണ് സോൾ പ്രൊപ്പറേറ്ററി കൺസേൺ. സോൾ പ്രൊപ്പറേറ്ററി കൺസേൺ മീൻസ് എന്താണ്? സോൾ മീൻസ് സിംഗിൾ പ്രൊപ്പറേറ്ററി, ഒരു ഉടമസ്ഥൻ മാത്രമുള്ള ബിസിനസ്. അതിന് നമ്മൾ പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയും. അതുപോലെ പാർട്ട്ണർഷിപ്പ്, ഒന്നിൽ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അത് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വരും. അതിന് കുറച്ചുകൂടി ആളുകൾ കൂടുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരാം, അതുപോലെ കമ്പനി വരാം. ഇങ്ങനെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആകാം. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ മേ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി എക്സെട്ര. ഇങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലാതെ നമ്മൾ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഏതിൻ്റെ ട്രാൻസാക്ഷൻ അല്ല ആരുടെ ട്രാൻസാക്ഷനാണ്? ബിസിനസ് ഓർഗനൈസേഷൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ആരൊക്കെയാണ് ഇതിൻ്റെ ഉപയോക്താക്കൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്? ഇതുമായി ബന്ധപ്പെടുന്ന യൂസേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് ഈസ് എ മീൻസ് ബൈ വിച്ച് നെസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് and is also
കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്? എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ പറയുന്നത് അല്ലെ മറ്റുള്ളവരെ അറിയിക്കുന്നത് ഏതിലൂടെയാണ്? അക്കൗണ്ടിങ്ങിലൂടെയാണ്. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ്, നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജ് ആവശ്യം, ഒരു ഭാഷ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു മീഡിയം എന്താണ്? അക്കൗണ്ടിങ് ആണ്. സോ അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമായ ആളുകൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ്, സാമ്പത്തിക വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അബൌട്ട് ബിസിനസ്സിനെ കുറിച്ച് എന്താണ് ആവശ്യമായ സാമ്പത്തിക വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് ദർ മേ ബി ഡിഫറെൻറ്റ് യൂസേഴ്സ്. ദേ ആർ കോൾഡ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. യൂസേഴ്സ് നീഡ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇതിൻ്റെ യൂസേഴ്സ്, ഉപയോക്താക്കൾക്ക് വിവിധ രീതിയിലുള്ള ഇൻഫർമേഷൻ ആവശ്യമായി വരുന്നു. അപ്പോൾ അതിനാവശ്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് കൊണ്ട് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ അതിൽ ഒന്നാമത് ഇന്റേണൽ യൂസേഴ്സ് ആണ്. ഇന്റേണൽ യൂസേഴ്സ് മീൻസ് യൂസേഴ്സ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അതിൽ വരാം ചീഫ് എക്സിക്യൂട്ടീവ്, അതുപോലെ പ്ലാന്റ് മാനേജേഴ്സ്, ലൈൻ സൂപ്പർവൈസേഴ്സ്, ഫിനാൻസ് മാനേജർ, സ്റ്റോർ മാനേജർ, അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ ഓർഗനൈസേഷനകത്തുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എന്താ പറയുക? മാനേജിങ് ഡയറക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ചീഫ് മാനേജർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ മാനേജർ കം ചെയർമാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ചെയർമാൻ കം മാനേജർ എന്ന് പറയാം. പിന്നെ അതുപോലെ പ്ലാന്റ് മാനേജർ, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അവിടെ ഓരോ പ്ലാന്റിനും പല പ്ലാന്റുകളുണ്ടാവും. അപ്പോൾ ഓരോ പ്ലാന്റിനും സെപ്പറേറ്റ് മാനേജർ ഉണ്ടാകാം. അതുപോലെ ലൈൻ സൂപ്പർവൈസേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം. ഫിനാൻസ് മാനേജർ, സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാകാം അല്ലേ? അതുപോലെ സ്റ്റോർ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് കണക്കാക്കുകയാണ്. രണ്ടാമത് വരുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ബിസിനസ്സിന് പുറത്തുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് മീൻസ് ഹു ഇൻവെസ്റ്റ് മണി ഇൻ ദ ബിസിനസ്. ആരാണോ ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ബിസിനസ് ഉടമസ്ഥൻ അല്ലാതെ ചിലപ്പോൾ ഇപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ, കമ്പനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ പല ആളുകളും പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നു. ഇൻവെസ്റ്റേഴ്സ് മീൻസ് ഹു ഇൻവെസ്റ്റ് മണി ഇൻ ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിനെ കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ടായിരിക്കും. അല്ലെ അവിടെ ലാഭമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടമാണോ, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് എന്ത് സംഭവിച്ചു, ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആയിരിക്കുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിനുണ്ട്. രണ്ടാമത്തെ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് മീൻസ് ദ പേഴ്സൺ ടു ഹും ബിസിനസ് ഓസ് മണി. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ ക്രെഡിറ്റേഴ്സ് പറയും. അപ്പോൾ നമ്മൾ പൈസ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തില്ലെങ്കിൽ ബാങ്ക് വാണ്ട്സ് ടു നോ അബൌട്ട് ദ ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങളായിരിക്കും അറിയണം. ബാങ്കിന് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങൾ. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ ബാങ്ക് അല്ലാതെ ബാങ്ക് അതുപോലുള്ള മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക? ഈ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ ലേബർ യൂണിയൻസ്, തൊഴിലാളി സംഘടനകൾ. തൊഴിലാളികളാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഓഫ് എ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യണം? അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ബിസിനസ്സിൽ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം ആര് കിട്ടുന്നുണ്ടാവും? എംപ്ലോയീസിന് കിട്ടാനുണ്ടാവും. അപ്പോൾ അവർക്കും അതിനെപ്പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ അതുപോലെ ടാക്സ് അതോറിറ്റീസ്. നമ്മൾ വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വി ഹാവ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ്. അല്ലെ നമുക്കറിയാം GST അടക്കണം. ഇപ്പോൾ നമ്മളിപ്പോഴാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. നേരത്തെ സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു. വിൽപ്പന നടക്കണം. ആ വിൽപ്പനക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഇപ്പോൾ അത് മാറിയിട്ട് GST ആണ്. GST ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ടാക്സ് അതോറിറ്റീസ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം? ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ദീസ് ആർ കോൾഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്: ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ് മീൻസ്
users inside the organization. External users means users outside the organization. അങ്ങനെയാണെങ്കിൽ എന്താണ് അക്കൗണ്ടിങ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ, പിന്നെ മെഷർ ചെയ്യുന്നു, ദെൻ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റെക്കോർഡിങ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് മെഷർ ചെയ്യുന്നു. അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രത്യേക രീതിയിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇപ്പം ഒരു ദിവസം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിൽക്കാം. ഒരു വർഷം നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി, അപ്പോൾ ഒരു വർഷം നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി എന്ന് അറിയണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമത്? ഇപ്പം റെക്കോർഡ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ പല ട്രാൻസാക്ഷൻ, അല്ലേ, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ദിവസം സാധനം വാങ്ങിക്കും, അടുത്ത ദിവസം വിൽക്കുന്നുണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിത് എവിടെയാണ്? അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും പർച്ചേസും ഉണ്ടാവും, സെയിൽസും ഉണ്ടാകാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം അത്ര സെയിൽസ് ഉണ്ടായി എന്ന് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പേജസും പരിശോധിക്കണം അല്ലേ. ആദ്യം മുതൽ ഇപ്പോൾ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള എല്ലാ ദിവസത്തെയും എന്താണ് സെയിൽസ് എത്രയാണെന്ന് ഇങ്ങനെ നോക്കി വരണം. അപ്പോൾ അത് എന്താണ് നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സെയിൽസ് എല്ലാം കൂടി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എഴുതും. അപ്പോൾ അത് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത് പോലെ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഒരു മാസം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതാത് ദിവസം, ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ദിവസം ട്രാൻസാക്ഷൻ അടുത്ത ദിവസമോ അല്ല ആ ദിവസം വൈകുന്നേരമോ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് പേജിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ വേറൊരു ബുക്ക് വെക്കുകയാണ്. ആ ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നു? സെയിൽസുമായി ബന്ധപ്പെട്ടെല്ലാം ഓരോ ഡേറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി വരിക. അതുപോലെ പർച്ചേസിന് വേറൊരു ബുക്ക് വെക്കുക. അതിനകത്ത് എന്ത് ചെയ്യുന്നു? പർച്ചേസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരാം. അപ്പോൾ നമുക്ക് എന്താണ്? ആ ബുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ മാസത്തെ പർച്ചേസ് കിട്ടും, അല്ലെങ്കിൽ ആ മാസത്തെ സെയിൽസ് കിട്ടും. ആണോ? അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളൊന്ന് ക്ലാസിഫൈങ് മീൻസ് പുട്ടിങ് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നാച്ചർ ഇൻ ടു വൺ പ്ലേസ്. ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രത്യേക സ്ഥലത്ത് മാറ്റി എഴുതാം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ക്ലാസിഫൈങ്. അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു, രണ്ടാമത് ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര പർച്ചേസ് ഉണ്ട്, ഇത്ര സെയിൽസ് ഉണ്ട്, അതുപോലെ ഇത്ര എക്സ്പെൻസ് ചിലവുകളുണ്ട് വരിക. ഇപ്പം സാലറി ഇത്ര കൊടുത്തു, റെൻറ്റ് ഇത്ര കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് കിട്ടും? ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് രൂപം കിട്ടും, ഒരു ചുരുക്കം കിട്ടും. അത്രയാണ് അതിൻ്റെ റിസൾട്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സമ്മറൈസിങ്. അപ്പോൾ സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ അതാണ് ട്രാൻസാക്ഷൻസ് നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു രത്ന ചുരുക്കം. ഈസ് പ്രിപ്പയർഡ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽ പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യുക, എങ്ങനെയാണ് ഇത് സമ്മറൈസ് ചെയ്യുക, ഒരു പ്രത്യേക രീതിയിലാണ്, ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഇനി എന്താണ്? ആൻഡ് എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എതിലാണ് റെക്കോർഡ് ചെയ്യുക? എല്ലാ ട്രാൻസാക്ഷനും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞത്? എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ക്രോണോളജിക്കൽ ഓർഡറാണ്. പിന്നെ ഏത് ടേംസിലാണ് റെക്കോർഡ് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മണി എല്ലാ ട്രാൻസാക്ഷനും എന്താണ്? ഇൻ ടേംസ് ഓഫ് മണിയാണ്. അപ്പോൾ മണത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് എന്താണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് അല്ലേ. ട്രാൻസാക്ഷൻസ് ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെ സംഭവങ്ങളാണ്, ഇടപാടുകളോ അല്ലെ സംഭവങ്ങളോ. ട്രാൻസാക്ഷൻ മീൻസ് ഇടപാട്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് ലിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. എങ്ങനെയുള്ളതായിരിക്കണം? സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദർ ഓഫ്. അതിൻ്റെ എന്ത് ചെയ്യണം? റിസൾട്ട്. നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയണം. എന്താണ്? വെറൈറ്റീസ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. ഇപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇത് നമ്മളൊരു ഡെഫിനിഷനായിട്ട് പറയാൻ ശ്രദ്ധിക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് in a significant manner in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. ഇപ്പോൾ ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അവർ ഡിഫൈൻ ചെയ്ത ഒരു അക്കൗണ്ടിങ് ഡെഫിനിഷനാണിത്. അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കാം, ഒന്നുകൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്, അതൊരു കലയാണ് അല്ലേ. എങ്ങനെയുള്ള കലയാണ്? ആർട്ട് ഓഫ് റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, പ്രത്യേക രീതിയിൽ, ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിലാണ് വരുന്നത്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. അപ്പോൾ നമ്മളെന്താണ്, സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളും സംഭവങ്ങളും പണത്തിൻ്റെ വില അല്ലെ പണത്തിൻ്റെ മൂല്യത്തിൽ പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക, അക്കൗണ്ടിങ്. എന്നുകൂടി ഞാൻ പറയാം. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ്, ഈവൻറ്റ്സ് അല്ലെ ഒരു സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ മണി വാല്യൂ, പണത്തിൻ്റെ മൂല്യത്തിൽ റെക്കോർഡ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും അതുപോലെ ക്ലാസിഫൈ ചെയ്യുക, വിഭജിക്കുകയും അതുപോലെ സമ്മറൈസ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്. ഒന്നുകൂടി ഞാൻ പറയാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളായിരിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഇവ നമ്മൾ എന്ത് ചെയ്യുന്നു, അവ സാമ്പത്തിക സ്വഭാവമുള്ളതും പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്നതുമായ ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ, ഒരു കലയാണ് നമ്മൾ എന്ത് പറയുന്നത് അക്കൗണ്ടിങ്, അല്ല ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. പിന്നെ മറ്റൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ്, നേരത്തെ പറഞ്ഞു, ഐഡൻറ്റിഫൈങ്, മെഷറിങ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ഇവൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ഇൻട്രസ്റ്റ് യൂസേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിത് അതൊന്നുകൂടി ഒരു ഡെഫിനേഷനായിട്ട് പറഞ്ഞുള്ളൂ. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്, എങ്ങനെയുള്ള പ്രോസസ്സാണ്? ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണ്? റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഇക്കണോമിക് ഇവൻറ്റ്സ്, ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുകയും അത് മെഷർ ചെയ്യുകയും. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ റെക്കോർഡ് ചെയ്യും, പിന്നെ ആവശ്യമായ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്. രണ്ട് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത്. ഒന്ന്, നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. രണ്ടാമത് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ഇവൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.